അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീട്, അത് മൗണ്ടൻ വില്ല എന്നാണ് പേരിട്ടിരിക്കുന്നത്. ശരിക്കും ഒരു മലയുടെ മുകളിലൊരു വീട്. നമ്മൾ 2013 പണിത വീടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 13 വർഷമായി, 12 വർഷം കഴിഞ്ഞു. അന്നേരം ഇതൊരു ചെറിയ മുട്ടക്കുന്നായിരുന്നു. ഇഷ്ടപ്പെട്ട എല്ലാം ഇവിടെ ഒരു വളർത്തി വെച്ചിട്ടുണ്ട്, ഒരു പർദീസൊക്കെ പോലെ. അത് നിർബന്ധമില്ലായിരുന്നു ഒരു വീട് വെക്കാൻ. നമ്മൾ മിസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവും. നാളൊരു മാമോദീസ് അവിടെയായിരുന്നു, റോമിൽ വെച്ചായിരുന്നു. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കകത്ത് വെച്ചായിരുന്നു. അപ്പൊ അന്നേരം പോപ്പിനെ കാണാൻ സാധിച്ചു, ഫ്രാൻസിസ് പോപ്പിനെ. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു ഇങ്ങനെ ഒരു മൊമെന്റ് കിട്ടുന്നത്. വേറൊരു കൺട്രിയിൽ പോയിട്ട് അവിടെ നമുക്ക് സ്വന്തമായിട്ട് ഒരു വീട് വാങ്ങാന്ന് പറയുന്നത് ഏറ്റവും ഒരു അപ്പൊ 3,20,000 യൂറോസായി നമ്മളിപ്പോ ഇരിക്കുന്ന നമ്മുടെ വീടൊന്നും വാങ്ങിച്ചു പറയുന്നത്. അല്ല, വീടിന്റെ വില എത്രയാന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നാട്ടില് ഒരു വലിയ കൊട്ടാരം പോലത്തെ വീട് അല്ലേ, അത്രയും വിലയാവുകയും ചെയ്തു. പക്ഷെ തീരെ കുഞ്ഞു വീട്. ഫിൻലാൻഡാണോ അതോ ഇവിടെയാണോ, നാടാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? നാട്. ഇത് തുടങ്ങിട്ടോ അവൻ വന്നതിന്റെ വ്യത്യാസം പറഞ്ഞതാ, തിരിച്ചു പോകുന്നത്. എല്ലാവരും നന്നായിട്ട് ക്വസ്റ്റ്യൻ എടുക്കും. പൊതുവെ നമുക്ക് ചെറിയ കുട്ടി എടുക്കാൻ ഒരു പേടി ഉണ്ടാവില്ലേ? എനിക്ക് സത്യം പറയാൻ എടുക്കാൻ ടൈം കിട്ടിയിട്ടില്ല, കൈ കിട്ടിയിട്ടില്ല. കാരണം ഞാൻ എടുക്കാൻ വരുമ്പോഴേക്കും ജോണിക്കുട്ടിയുടെ ആയിരിക്കും, അല്ലെങ്കിൽ ചക്കിയുടെ മാളുവിന്റെ കയ്യിലായിരിക്കും. ലാസ്റ്റ് ഇന്നലെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ജോണിക്കുട്ടി പറയാണ്, നീ പപ്പയുടെ കയ്യിൽ കുറച്ചേരം കൊടുക്കാൻ. ശരി, പണ്ട് മറ്റേ ഇഷ്ടമെന്നൊക്കെ പറഞ്ഞ സമയത്ത് പാട്ടുകാരനൊക്കെ പറഞ്ഞ് പാട്ട് പഠിപ്പിച്ചേ ആരാന്നറിയോ? റൂമിലുള്ള കൂട്ടുകാരനെ കൊണ്ടാ പഠിപ്പിച്ചത്. അത് എന്ത് നല്ല പാട്ടായിരുന്നറിയോ, നല്ല രസമുള്ളൊരു പാട്ട്. അത് കഴിഞ്ഞിട്ട് കാണാൻ വന്ന് കൂടുതലടച്ചോ പറയും, ചേർന്നോളൂ ആ പാട്ടൊന്ന് പാടാവോന്ന്. അന്നേരം ആ പാട്ട് വരുന്നില്ല, വേറെ പാടിയാ മതിയോ? മതി. ഏതായിരുന്നിട്ട് പാടിയത് ഓർക്കുന്നുണ്ടോ? കണ്ണുനീരൊന്ന് മാറുമോന്നുള്ളല്ലേ. ഞാൻ പറഞ്ഞു, ഈ സൗണ്ടും അല്ലല്ലോ ഞാൻ കേട്ടൊന്ന് ഉള്ളിൽ ഉറക്കും. ഇവരുടെ എഡ്യൂക്കേഷൻ ഒക്കെ ഫ്രീ ആണ്, ഹയർ സ്റ്റഡിക്ക്. അവർ വേറെ എന്തെങ്കിലും എഞ്ചിനീയറിംഗ് എന്ത് പഠിക്കണമെങ്കിലും അവർക്ക് ഫ്രീ ആണ്. അതിൽ ബിഗിനിങ് ടൈമിൽ ഭാര്യയുടെ കൂട്ടത്തിൽ നമുക്ക് ഡെലിവറിക്ക് പോകാൻ പറ്റുക, അതെല്ലാം നമ്മൾ ഫേസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് കുടുംബ ബന്ധത്തിൻ്റെ ശക്തി ഭയങ്കരമായിട്ട് കൂടും. ഒരു പക്ഷേ നമ്മുടെയൊക്കെ ഇവിടെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അറിയുന്നില്ല. അതായത് എങ്ങനെയാണ് ഭാര്യ പ്രസവിക്കുന്ന പെയിൻ എങ്ങനെയാണ് എന്ന് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കുഞ്ഞിനോട് അപ്പന് ഭയങ്കര സ്നേഹമായിരിക്കും. സ്നേഹം മാത്രമല്ല, ഭാര്യയോടും അങ്ങനെ തന്നെയാണ്. ജനിച്ചു കഴിഞ്ഞിട്ട് മുഴുവൻ കാര്യവും വീട്ടിൽ നിന്ന് ആരും ഇല്ലാതെ ഒറ്റയ്ക്കാണ്. ഈ 4 പേരുടെയും ഡെലിവറിക്ക് ഞാൻ മാത്രമാണ് കൊണ്ടുള്ളൂ. അതായത് എൻ്റെ കടമയാണ്. എനിക്ക് മക്കളുണ്ടായി കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കേണ്ടതും എൻ്റെ ഭാര്യയെ സംരക്ഷിക്കുന്നതും എൻ്റെ കടമയാണ്. ആ അവകാശം ഞാൻ ആർക്കും കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ എനിക്ക് ഇവരുടെ ഇവർ തമ്മിൽ അധികം ഏജ് ഗ്യാപ്പ് ഇല്ലല്ലോ. ഇപ്പൊ 2 വയസ്സ് 1.5 വയസ്സിന്റെ ഒക്കെ ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പം ഒരാളുടെ കഴിയുമ്പോൾ മറ്റൊരാളാണെങ്കിൽ ഏറെക്കുറെ ആ ഒരു പ്രായത്തിലുള്ളാകുമ്പോൾ നമുക്ക് കൊഞ്ചിച്ച് പറഞ്ഞ് എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കുമായിരുന്നു. ഇപ്പം കുഞ്ഞുവാവ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവരെല്ലാവരും ഉണ്ട് എൻ്റെ കൂട്ടത്തിൽ കെയർ ചെയ്യാൻ. നമ്മുടെ കട്ടള തടിയല്ലല്ലോ, സ്റ്റീലല്ലേ? സ്റ്റീലോ? പെട്ര, കട്ടളയോട് കൂടിയ സ്റ്റീൽ ഡോസ്, തടിയേക്കാൾ മികച്ചത്. ഇനി തടി കണ്ടെത്താനും തച്ചനെ തിരയാനും മെനക്കെടണ്ട. ഈടും ഉറപ്പും ഭംഗിയുള്ള പെട്ര വീടിന് നൽകും തടിയെ വെല്ലുന്ന തലയെടുപ്പ്. പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോർസ്. അഴകിലും ഉറപ്പിലും കാലാതീതം. ഹായ്, ഹലോ, നമസ്കാരം. വീണ്ടും ഞാനൊരു ഹോം ടൂർ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി രാജക്കാടാണ്. ഇതൊരു മൗണ്ടൻ വില്ലയിലാണ്. ഇത് ആരുടെ വീടാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ പതുക്കെ പറഞ്ഞുതരാം. അപ്പോൾ അവർ കാത്തിരിക്കുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. വായോ. അങ്ങനെ ഫിൻലാൻഡിലൊന്നും നിങ്ങളെ കാണാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇടുക്കി രാജക്കാടിൽ ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീട്, അത് മൗണ്ടൻ വില്ല എന്നാണ് പേരിട്ടിരിക്കുന്നത്. ശരിക്കും ഒരു മലയുടെ മുകളിലൊരു വീട്. ശരിക്കും ഈ വീടിനെ കുറിച്ച് കഥ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇത് എപ്പം പണിത വീടാണ്? നമ്മൾ 2013 പണിത വീടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 13 വർഷമായി, 12 വർഷം കഴിഞ്ഞു. അന്നേരം ഇതൊരു ചെറിയ മുട്ടക്കുന്നായിരുന്നു. അപ്പോൾ നമുക്ക് ഹൈ റേഞ്ച് എപ്പോഴും ഇഷ്ടമാണല്ലോ. പിന്നെ പേരൻസിൻ്റെ ഒക്കെ റിലേറ്റീവ്സ് എല്ലാവരും ഇവിടെയാണ്, ഞങ്ങളുടെ റിലേറ്റീവ്സ് എല്ലാവരും ഇവിടെയാണ്. അപ്പം പിന്നെ അടുത്തധികം വീടുകളൊന്നും വേണ്ട. അങ്ങനെ ഞങ്ങൾ ചൂസ് ചെയ്ത സ്ഥലമാണ്. എപ്പോഴും ഇടുക്കിയിൽ ഞാൻ വരുന്ന സമയത്ത് ഒരു 5-10 സെന്റ് ഒരു സ്ഥലം ഉണ്ടാവും. കുറച്ച് സ്ഥലമാണെങ്കിൽ അവർ നിറച്ചും ഈ പറഞ്ഞ പോലെ പച്ചക്കറികള്, പഴങ്ങള്, ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ അതിൽ നട്ടു വളർത്തും. ഇവിടെ വന്നപ്പോഴും സെയിം തന്നെയാണ്. ഇഷ്ടപ്പെട്ട എല്ലാം ഇവിടെ ഒരു വളർത്തി വെച്ചിട്ടുണ്ട്, ഒരു പർദീസൊക്കെ പോലെ. ഇവിടെ ഇല്ലാത്ത എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടോ നട്ടു വളർത്താൻ? ഇവിടെ ഉള്ളതെല്ലാം, അതായത് റബ്ബറിന്റെ അല്ലായിരുന്നു ഇവിടെ നമ്മൾ സ്ഥലം വാങ്ങിച്ച സമയത്ത്. അതെല്ലാം കളഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം മതി എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്ത് മാംഗോ കാശിരിക്കുന്നുണ്ട്, വേണം. പിന്നെന്തൊക്കെയുണ്ട്? അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഓറഞ്ചിന്റെ കാണുന്നുണ്ടോ?
ഓ, അത് പക്ഷെ അത് ഓറഞ്ച് പിഴിഞ്ഞെടുക്കണം. താഴെ. ആ, ഓക്കെ. അങ്ങനെയുള്ള നമ്മൾ ഇഷ്ടമുള്ള സംഭവങ്ങൾ. നെല്ലി വേറെ- വെച്ചായിരുന്നു, പക്ഷെ ഉണങ്ങിപ്പോയി. ആ. ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും തന്നെ ഉണ്ട്. ഉണ്ട്, അത് നിർബന്ധമില്ലായിരുന്നു. ഒരു വീട് നമ്മൾ വെക്കുകയാണെങ്കിൽ മിസ് നമുക്ക് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവണം. ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അത് വീട് വെക്കുമ്പോൾ തന്നെ നട്ട് വളർത്തി അതെ. തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇത് എത്ര സ്ക്വയർ ഫീറ്റ് വീടാണ്? വീട് താഴത്തെ ഫ്ലോർ 3000 സ്ക്വയർ ഫീറ്റ് ആണ്. പിന്നെ മുകളിൽ ടോപ്പിൽ ഉണ്ട് ഒരു 3 ബെഡ്റൂം ഒക്കെ ആയിട്ട് ഉണ്ട്. ഓക്കെ, എനിക്കൊന്ന് പിള്ളേര് വന്നാലും അവർക്ക് ഓടി നടന്ന് അല്ലേ അതെ, ഇഷ്ടംപോലെ കളിക്കാനുള്ള സ്ഥലമുണ്ട്. സ്പേസും കൂടി ഉണ്ട്. എനിക്ക് ഈ വീട് വെക്കുമ്പോ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സില്. അതെ. അതായത് ഏറ്റവും വലിയ ഹാള് വലിപ്പം ഉണ്ടായിരിക്കണം. പിന്നെ അത്യാവശ്യം വീടിന് അടുത്തുണ്ടാവാൻ പാടില്ല. അത്യാവശ്യം കൃഷികളെല്ലാം നമ്മുടെ വീട്ടിൽ അത്യാവശ്യം എല്ലാ കൃഷികളും ഉണ്ടാവണം. അങ്ങനെയൊക്കെ ആഗ്രഹിച്ചു. പിന്നെ കമ്പൗണ്ടിന് നല്ല സ്പേസ് വേണം എന്നുള്ളായിരുന്നു. ഈവൻ റൂം വരെ നമുക്ക് വലിപ്പമുള്ളത്, അധികം റൂം വേണ്ട, പക്ഷെ വലിപ്പമുള്ളത്. ഈ ഫിൻലാൻഡിൽ ഇതേപോലെ കൃഷി നിങ്ങൾക്ക് അങ്ങനെ ഒരു ചെറിയ സ്പേസ് ആണെങ്കിൽ അവിടെ എന്തെങ്കിലും ചെയ്യാം. നടാനോ വളർത്താനോ ട്രൈ ചെയ്യാറുണ്ടോ? ഞങ്ങൾ സമ്മറിൽ യാത്രയൊക്കെ ആയതുകൊണ്ട് സമ്മറിൽ നടക്കാറില്ല. സമ്മറിലാണ് നടക്കത്തുള്ളൂ. ഇതൊക്കെ വളരണ കാലാവസ്ഥ കിട്ടുന്നത് ആ സമയത്താണ് നമുക്ക് വെക്കേഷൻ. ബാക്കിയുള്ള സമയം മുഴുവൻ സ്നോ ആണല്ലോ. ഓക്കെ, അവിടെ പകല് കൂടുതലാണോ? സമ്മറിൽ സമ്മറിലും പകല് 24 hours അടുത്ത് വരുന്ന ടൈമാണ്. ഈ ഫിൻലാൻഡിലും ഇപ്പൊ ഈ വീടുമായിട്ട് അല്ലെങ്കിൽ പണിയുന്ന സമയത്ത് എപ്പോഴും നമ്മൾ അത്ര ആ വർഷം കൂടുതൽ ജീവിക്കണ ഇപ്പൊ അവിടെയാണല്ലോ. അപ്പം നാട്ടിലൊരു വീട് വെക്കുമ്പോ അതേപോലെ എന്തെങ്കിലും കൊണ്ടുവരണം ഈ വീട് പണിയുമ്പോ, അങ്ങനെ ഉണ്ടായിരുന്നു എന്തെങ്കിലും ആഗ്രഹം? വൈറ്റ് തീം മാത്രമാണ് അല്ലേ? കാരണം അഴുക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ കാണണം. പലരും പറഞ്ഞത് ഡാർക്ക് ഫ്ലോർ ആണ്, എന്തിനും ഡാർക്ക് മതി എന്ന് പറയാറ്. പക്ഷെ നമ്മൾ അഴുക്ക് പറ്റിയെ കാണണം, അപ്പൊ തുടയ്ക്കാൻ തോന്നുമല്ലോ. അങ്ങനെ ഈ ലൈറ്റ്സ് ഒക്കെ എവിടുന്ന് വാങ്ങിയത്? ഇത് വീട് 13 വർഷം മുമ്പ് വാങ്ങിച്ച ഇവിടുന്ന് സാധാരണ നമ്മള് കൊച്ചി പോയി പർച്ചേസ് ചെയ്താണ്. അവിടുന്ന് വരുന്ന സമയത്ത് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ വീട്ടിൽ ഒരു വെക്കണം? സാധനങ്ങൾ ഒന്നും കൊണ്ടുവന്നില്ല. വീടിന്റെ ഈ പ്ലാൻ ഉണ്ടല്ലോ, അത് ഇപ്പൊ ചേട്ടന്റെ ഒരു ഐഡിയ ആയിരുന്നോ അത് നമ്മളൊരു ഞങ്ങളുടെ രണ്ടുപേരുടെ ഐഡിയ ആയിരുന്നു. ആഹാ. അതായത് ചിക്കുവിനായിരുന്നു ആള് വലിപ്പം, നല്ല വലിപ്പം ഉണ്ടാവണം എന്ന് മാത്രമേ. പിന്നെ ഇതൊക്കെ ഞങ്ങൾ രണ്ടുപേരുടെ കൂടി തീരുമാനങ്ങളാണ് എല്ലാ കാര്യങ്ങളും. എനിക്ക് പിന്നെയും അതായത് ഞങ്ങൾ ഹൈറേഞ്ചിൽ താമസിച്ചുകൊണ്ട് പേരൻസിനൊക്കെ താഴത്തേക്ക്, അതായത് കോതമംഗലം മുതൽ മുകളിൽ അങ്ങോട്ടുള്ള സ്ഥലത്തേക്കൊക്കെ വീട് വെക്കണമെന്നായിരുന്നു ഇടയ്ക്ക് ഒരു ആഗ്രഹം വന്നു. പക്ഷെ ചിക്കുവിന്റെ ഒറ്റ നിർബന്ധം നമുക്ക് ഹൈറേഞ്ചിൽ തന്നെ മതി. കാരണം ഞാൻ താഴെയുള്ള ആളാണല്ലോ. അപ്പൊ ഞങ്ങളുടെ ഇതെന്ന് പറയുമ്പോഴേക്കും ഹൈ റേഞ്ചിലോട്ടാണ്, തണുപ്പും നല്ല രസമല്ലേ ഇവിടെ. നമ്മൾ വല്ലപ്പോഴാണ് വെക്കേഷൻ വരുന്നത്, അപ്പൊ നല്ല സുഖമായിട്ട് ജീവിക്കാലോ. അപ്പം ഹൈ റേഞ്ചിൽ ജീവിക്കുന്നവർക്ക് എപ്പോഴും താഴെ പോയി വീട് വെക്കണം എന്ന് ആഗ്രഹം. അപ്പൊ അങ്ങനെയായിരുന്നു നിശ്ചയന്റെ താല്പര്യം. മാറിയിട്ടോ, ഇപ്പൊ ഹൈറേഞ്ചിൽ തന്നെ ആൾക്കാർ പോകാൻ താല്പര്യമില്ല. ഓക്കെ ആണല്ലോ. റോങ് ആയില്ലല്ലോ. അതാണ് ചിക്കു പറഞ്ഞത്. തെറ്റില്ല, ഭാര്യ തെറ്റില്ല. ഓക്കെ, നമുക്ക് അകത്തേക്കാണ്. പറഞ്ഞ പോലെ തന്നെ ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹോള് തന്നെയാണ്. പ്ലാൻ ചെയ്ത് വെറുതെ ആയില്ല. കാരണം ഒരു ഫംഗ്ഷൻ ഒക്കെ വെക്കുകയാണെങ്കിൽ ഒത്തിരി ആളുകൾക്ക് വന്നിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് നമ്മൾ ആഗ്രഹിച്ച വലിയ ഹാളായിരിക്കണം എന്നാണ് ആഗ്രഹിച്ചത്. പിന്നെ പ്രത്യേകിച്ച് ഇന്റീരിയർ ഒന്നും ചെയ്യുന്നില്ല, കാരണം നമ്മൾ ഇവിടെ സ്ഥിരം ഇല്ലാത്തത് കൊണ്ട്. ഓക്കെ, ഞാൻ വന്നപ്പോ ആദ്യം കണ്ട ഫോട്ടോ അതാണ്. ആരായിരുന്നു? മാളുവിന്റെ മാമോദീസ് അവിടെയായിരുന്നു, റൂമിൽ വെച്ചായിരുന്നു. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് അകത്ത് വെച്ചായിരുന്നു. അപ്പൊ അന്നേരം പോപ്പിനെ കാണാൻ സാധിച്ചു, ഫ്രാൻസിസ് പോപ്പിനെ. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു ഇങ്ങനെ ഒരു മൊമെന്റ് കിട്ടുന്നത്. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. കുറെ കുട്ടികളുണ്ടായിരുന്നു. ആകെ 3 or 4 മക്കളെയും കണ്ടാണ് അന്നേരം മാർപ്പാപ്പയ്ക്ക് കയ്യിലോട്ട് കിട്ടുന്നത്. അതിലൊരാള് മാളുവായിരുന്നു. അവളുടെ ലൈഫ് എപ്പോഴും ഓർക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. അത് ഏത് വർഷമായിരുന്നു? അത് 2013 എടുത്ത ഫോട്ടോ. ഞാനിപ്പോ വിചാരിക്കും വീട്ടിനകത്ത് വരുമ്പോൾ ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വീടാണ്. പക്ഷെ ഫിൻലാൻഡിൽ ചിലപ്പോൾ കിച്ചണും റൂംസ് ഒക്കെ ചെറുതായിരിക്കും. ശരിയാ. ഇപ്പൊ നിങ്ങൾ താമസിക്കുന്നത് ഭയങ്കര അതെന്തുകൊണ്ടാണ് മാക്സിമം ചെറുതായിട്ട്? കാരണം തണുപ്പ് രാജ്യമാണ്, എക്സ്പെൻസീവ് ആണ് വീട് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. അതുകൊണ്ട് തന്നെ വീട് ഇതായിരിക്കും. കാരണം നമ്മുടെ വീടുകൾക്ക് പിന്നെ അത്യാവശ്യം നമ്മുടെ വീട്ടിൽ 4 ബെഡ്റൂം ഉണ്ട്. അവിടെ മെയിൻ ആയിട്ടുള്ളത് ലിവിംഗ് കോസ്റ്റ് അതിന് കൂടുതലായിരിക്കും. ഹീറ്റിങ്ങും ഫുൾ ടൈം ഹീറ്റിംഗ് ഒക്കെ വേണമല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് അത് ക്ലീൻ ചെയ്യാനും ഒക്കെ എളുപ്പത്തിനും അതാണ്. ഇപ്പൊ അവിടെ ഒരു ഫിൻലാൻഡില് ഒരു വീട് റെന്റ് എടുക്കാൻ എത്രത്തോളം എക്സ്പെൻസീവാ? റെന്റ് ഇപ്പൊ എനിക്ക് തോന്നുന്നു 1000 euro തോന്നുന്നു. നമ്മൾ വീട് വാങ്ങിച്ചത് ഫിൻലൻഡിൽ 2012 വീട് വാങ്ങിച്ചാണ്. അത് വീട് വാങ്ങുന്നത് എക്സ്പെൻസീവ് ആണ്. പിന്നെ അതിൽ എന്തെങ്കിലും വർക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതും എക്സ്പെൻസീവ് ആണ്. നമുക്ക് പണികളൊന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് എല്ലാം നമ്മൾ ആളെ വിളിച്ച് ചെയ്യിപ്പിക്കണം. മണിക്കൂറിനാണ് നമ്മൾ യൂറോ എണ്ണി കൊടുക്കേണ്ടത്. അപ്പൊ അവിടെ വർക്കിംഗ് നമ്മളൊരു ജോലി ചെയ്യുകയാണെങ്കിലും ഈ പറഞ്ഞ കൂടുതൽ എമൗണ്ട് വേണം. അങ്ങനത്തെ പണിക്കൊക്കെ ഭയങ്കര എമൗണ്ട് ആണ്. ഓക്കെ, അതിനാണ് ഏറ്റവും കൂടുതൽ സാലറി വർക്ക് കിട്ടുന്നതനുസരിച്ച്. ഓക്കെ, ഓൾറെഡി ഇപ്പം എത്ര വീട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ വാങ്ങിയത് വെച്ചിട്ട്? നമ്മള് ഫസ്റ്റ് ചെന്നപ്പോൾ നമ്മൾ റെന്റിന് വീട്ടിൽ താമസിച്ചു. അതിനുശേഷം 2012 തൊട്ട് നമ്മൾ വീട് വാങ്ങിച്ച അവിടെയാണ്. പിന്നെ വീടൊന്ന് റിനോവേറ്റ് ചെയ്തു.
അതും എക്സ്പെൻസ് ഞങ്ങൾ ഇതെല്ലാം ആ ഒരു ടൈമിലൂടെ കടന്നു പോയതുകൊണ്ട് എനിക്കത് അറിയാൻ പറ്റും, ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു ആ സമയത്ത്. അല്ല, വീടിന്റെ വില എത്രയാന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നാട്ടില് ഒരു വലിയ കൊട്ടാരം പോലത്തെ വീട് അല്ലേ, അത്രയും വിലയാവുകയും ചെയ്തു. പക്ഷെ തീരെ കുഞ്ഞു വീട്. അന്നേരപ്പം പിന്നെ നമ്മൾ പിന്നെ അത് വിൽക്കുമെന്ന് വിചാരിക്കുക, അന്നേരപ്പം അതിനേക്കാളും റേറ്റും താഴെ ആയിരിക്കും. ഫിൻലൻഡിലെ മാർക്കറ്റ് അങ്ങനെയാണ്, നഷ്ടമായിരിക്കും. അതുകൊണ്ട് ബിസിനസ് എന്നുള്ളൊരു പർപ്പസിൽ നമുക്ക് വീട് വാങ്ങാൻ പറ്റില്ല. ഇപ്പം അവിടെ ഇപ്പം എത്ര വീടുകൾ മാറിയിട്ടുണ്ട്? ഇപ്പൊ എത്രാമത്തെ വീട് ഇപ്പൊ നിങ്ങൾ വാങ്ങിയിട്ടുള്ളത്? നമ്മള് എല്ലാം ഒരു വീട് സ്വന്തമായിട്ട് മേടിച്ചേക്കുന്ന ഒരു വീട്. ഒരു പ്രാവശ്യം നമ്മൾ റെന്റ് താമസിച്ചു 2012 വാങ്ങിച്ചല്ലോ. അപ്പൊ 12 തൊട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 13 വർഷത്തോളമായി നമ്മൾ വീട് വാങ്ങിച്ചിട്ട്. ഇച്ചയും വരുമ്പോ നമ്മള് റെന്റ് വീട്ടില്, അത് കഴിഞ്ഞ് നമ്മള് മാളുവിനെ ക്യാരിങ് ആയിരുന്ന സമയത്താണ് നമ്മൾ ഈ വീട് വാങ്ങുന്നത്. പിന്നെ മാളു ഉണ്ടാകുന്ന വീട്ടിലാ, പിന്നെ അവിടെ നമ്മൾ മാറിയിട്ടില്ല. അപ്പൊ എത്ര എക്സ്പെൻസ് ആയിട്ടുണ്ട് ആ സമയത്ത്? അതായത് നമ്മള് വീട് വാങ്ങിച്ചപ്പം 1,70,000 യൂറോസ് ആയിരുന്നു ആയത്. അത് കഴിഞ്ഞ ശേഷം നമ്മള് ഒരു 1,50,000 യൂറോ കൂടെ നമ്മൾ 2 ബെഡ്റൂം കൂടെ കൂടുതൽ എടുക്കാനും പിന്നെ കുറച്ച് പരിപാടികൾക്ക് അപ്പൊ 3,20,000 യൂറോസ് ആയി നമ്മുടെ ഇപ്പൊ ഇരിക്കുന്ന നമ്മുടെ വീടന്ന് വാങ്ങിച്ചപ്പോ. ഇന്ത്യൻ റുപ്പി എന്ന് പറയുമ്പോൾ ഇപ്പൊ അന്നത്തെ സമയത്ത് 75 ഒരു ഇന്ത്യൻ റുപ്പി 1 യൂറോ എന്ന് പറയുന്നത് 75 രൂപ ഉണ്ടായിരുന്നു. അപ്പൊ അത് 92 93 അങ്ങനെ തോന്നുന്നു. നല്ല എമൗണ്ട് ആയിട്ട്. അപ്പൊ ഈ വീട് വെക്കാനാണോ അവിടെ വീട് വാങ്ങാനാണ് ഏറ്റവും കൂടുതൽ? ഇവിടെ വീട് വെക്കാൻ ചെലവ് കൂടുതലാ. അതായത് അവിടുത്തെ അവിടെ കൂടുതൽ, അവിടുത്തെ വീടിന്റെ പകുതി പോലും ആവുന്നില്ല ഇവിടെ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാൻ പറ്റുന്നൊക്കെ. ഇപ്പൊ അവിടുത്തെ ഒരു വീട് ഡെക്കർ ഐറ്റംസ് ഉണ്ടാവല്ലോ. ഇപ്പൊ നമ്മളിപ്പം പൂച്ചെടികള് കാര്യങ്ങളൊക്കെ വെച്ച് ഡെക്കർ ചെയ്യും. അവിടെ വീടൊക്കെ ഡെക്കർ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ എങ്ങനെയാ? ഡെക്കർ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ ഒരുപാട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മള് അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പകരം ലൈവ് പ്ലാന്റ്സ്, അതായത് ചെടികൾ ഇൻഡോർ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഫേവറേറ്റാ. അത് കാണുമ്പോൾ നമുക്കൊരു എന്തോ ഒരു ജീവനുള്ള അതേ ഉള്ളൂ. അല്ലാതെ അവിടെ നമ്മുടെ നാട്ടിലെ ഇവിടുത്തെ പോലെ ഒത്തിരി ഓവർ ആയിട്ടുള്ള ഇന്റീരിയേഴ്സ് ഒന്നുമില്ല, സിമ്പിൾ ആയിരിക്കും. പക്ഷെ അവിടെ നമ്മളൊരു വേറൊരു കൺട്രിയിൽ പോയിട്ട് അവിടെ നമുക്ക് സ്വന്തമായിട്ട് ഒരു വീട് വാങ്ങാന്ന് പറയുന്നത് ഏറ്റവും ഒരു അല്ലേ അല്ല എളുപ്പം. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും ജോലിയുണ്ട്, വരുമാനമുണ്ട്, ഇനിഷ്യൽ എമൗണ്ട് 10% അല്ലെങ്കിൽ 5% കൊടുത്ത് വീടൊക്കെ വാങ്ങാൻ എളുപ്പമാണ്. നമ്മൾ കറക്റ്റ് സമയത്ത് അടയ്ക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, വീടിന് എക്സ്ട്രാ നമ്മൾ ഇവിടെ നികുതി അടക്കാന്നൊക്കെ പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും അതുണ്ട്. നമുക്ക് വർഷം നമുക്ക് ഇൻഷുറൻസിന്റെ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓൺ പ്രോപ്പർട്ടി ആണെങ്കിൽ പ്രോപ്പർട്ടിയുടെ ടാക്സ് ഉണ്ട്. അത്രേ ഒക്കെ ഉള്ളൂ. കോമൺ ആയിട്ട് വരുന്നത് ഇവിടെ പോലെ തന്നെ. ഇവിടെ നമ്മൾ കരം അടയ്ക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ട്. അപ്പൊ അവിടെ സ്വന്തമായിട്ട് നമ്മളൊരു വീട് വാങ്ങണമെങ്കിൽ PR ആയിരിക്കണം, സിറ്റിസൺ ആയിരിക്കണം, അങ്ങനെ എന്തെങ്കിലും? എങ്ങനെയാ നമുക്കൊരു PR ആവണമെന്നില്ല, ജോലി ഉണ്ടാവണം, എങ്കിലാണ് നമുക്ക് ബാങ്ക് ലോൺ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ വീട് വാങ്ങുമ്പോൾ എനിക്കൊന്ന് ഇത്ര കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ വലിയ നമ്മൾക്ക് പ്രത്യേകിച്ച് ഫിൻലൻഡിൽ വീട് വാങ്ങുമ്പോൾ ആദ്യമേ തന്നെ നമുക്കുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളതാണോ എന്ന് നോക്കുക. പിന്നീട് റീബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ വിൽക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് അത്രയും പോസിബിൾ ആയിരിക്കും. സെക്കൻഡ് പർച്ചേസ് വരുമ്പോഴേക്കും പിന്നെയും എക്സ്പെൻസീവ് ആകുമെന്ന് വേണം പറയാനായിട്ട്. ഫസ്റ്റ് പർച്ചേസിന് ടാക്സ് കുറവുണ്ടാവും, രണ്ടാമത്തേന് പിന്നെ ടാക്സ് കൂടുതലാണ്. അങ്ങനെയൊക്കെ ഇപ്പൊ അവിടെ ഒരു വീട് വാങ്ങുന്ന സമയത്ത് ഒരു സ്ക്വയർ ഫീറ്റിന് എത്രയാണ് പ്രൈസ് ഒക്കെ? അത് ഒരു ഏരിയനുസരിച്ചിരിക്കും. അതായത് സിറ്റിയിൽ വേണമെങ്കിൽ എപ്പോഴും വില കൂടുതലായിരിക്കും, പിന്നെ ഗ്രാമങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കും. പ്ലെയിൻ ഭൂമി മേടിക്കുന്നതിന് ഒത്തിരി പൈസ കുറവാണ്. ഓക്കെ, വീടോട് കൂടി നമ്മൾ വാങ്ങുമ്പോൾ പ്രൈസ് വീടിനാണ് അവിടെ. ഇപ്പൊ മെറ്റീരിയൽസ് ഉണ്ടല്ലോ, നമ്മള് വീട് വെക്കുമ്പോഴുള്ള മെറ്റീരിയൽസ് ഇവിടുത്തെ പോലെ ആയിരിക്കില്ല അവിടെ. അങ്ങനെ ഒരു ഡിഫറൻസ് മെറ്റീരിയൽസിന് എന്തെങ്കിലും ചേഞ്ചസ്? അവിടെ മൊത്തം വുഡൻ ഹൗസുകളാണ്, വുഡ് കൊണ്ടാണ് കൂടുതലും. അപ്പം ഇതുപോലെ നമുക്ക് കോൺക്രീറ്റോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല, മൊത്തം വുഡൻ. വുഡ് ആയിരിക്കും. ഫ്ലോർ ലാമിനേറ്റ് ഫ്ലോർ അവർ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ മറ്റേ ഇതുണ്ട്, അതായത് അതിനെന്തായിരുന്നു പറയുന്നത്, ഷീറ്റ് ഒട്ടിക്കുക. നമ്മുടെ പണ്ടൊക്കെ നമ്മുടെ ചില വീടുകളിലൊക്കെ ഷീറ്റ് ഒട്ടിക്കുന്നില്ലേ, അങ്ങനത്തതുണ്ട്. അത് ഉടൻ ചെയ്തിട്ട് ഡിഫറെന്റ് മെറ്റീരിയൽ, അത് ചൂട് നിർത്തുന്ന കൂട്ടുള്ള ഷീറ്റ് ആയിരിക്കും. പിന്നെ ടൈലിടും, ടൈലുള്ളതിന്റെ അടിയിൽ അവര് ഹീറ്റിംഗ് കൊടുക്കും. അതായത് നമുക്ക് വീട്ടിലത്തെ ചൂട് കിട്ടണം, അതനുസരിച്ചായിരിക്കും അവിടുത്തെ വീട് പണികൾ ചെയ്യാം. ഏറ്റവും കോമഡി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുതിയ സൈഡ് പണിതില്ലേ, അത് പണിതപ്പോഴേക്കും അതിന്റെ ബിൽഡിംഗ് നമുക്ക് മനസ്സിലാവില്ല. ആദ്യം ഞാൻ വിചാരിച്ച ഒരു ഫ്രെയിം ചെയ്യുന്നതാണ്, കാരണം ഇതിനെ പട്ടികയൊക്കെ ഒട്ടിച്ചിട്ട് നീല ടാർപ്പ് പോലെ തന്നെ 2 സാധനമൊക്കെ വെച്ച് അങ്ങനെയൊക്കെ അതിന്റെ കൺസ്ട്രക്ഷൻ പോകുന്നത്. അതായത് വുഡൻ പീസുകൾ വെക്കുന്നു, അതിന് മുകളിൽ കാർഡ്ബോർഡ് 2 സൈഡിലും കവർ ചെയ്യുന്നു, അതിന് ശേഷം പഞ്ഞി സെറ്റ് ചെയ്യുകയാണ് ചൂട് നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ജസ്റ്റ് പിന്നെ പോളിഷ് ഒരു ഇത് മാത്രമേ ഉള്ളൂ. അതിന്റെ പ്രൈസ് വന്നപ്പോഴും പഞ്ഞിക്ക് നമുക്കിനി കുറച്ചുപേരും കൂടി കാണാനുണ്ട്, പിള്ളേർ സെറ്റപ്പ് ഉണ്ട്, അവരെ നമുക്ക് മീറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് കണ്ടാലോ?
നിങ്ങൾക്ക് ഫിൻലാൻഡ് ആണോ അതോ ഇവിടെയാണോ നാടാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? നാട്. നാട്. ഇത് തുടങ്ങിയോട്ടോ. അവൻ വന്നതിന്റെ പിറ്റേ ദിവസം പറഞ്ഞതാ തിരിച്ചു പോവാന്ന്. ആണോ? ഭയങ്കര ബോറിംഗ് അമ്മ പോവാന്ന് പറഞ്ഞായിരുന്നോ? അത് അമ്മമ്മേടെ വീട്ടില്. ആണോ? കളിക്കാൻ ആരുമില്ലായിരുന്നു. വാളും ചെക്ക് എത്തിയപ്പോഴാണ് അവൻ ഹാപ്പി ആയത്. നാട് ഇഷ്ടമാണോ? എന്റെ ഇത്ര നാട് ഇത്ര ഇഷ്ടം ജോണിക്കുട്ടിക്ക്? ചക്ക മാങ്ങ. ഞങ്ങൾക്ക് ചക്ക മാങ്ങയാണ് വേണ്ടതൊക്കെ. അതാണ് ഏറ്റവും ഇഷ്ടം. അവിടെയാണ് കൂട്ടുകാർ കൂടുതലല്ലേ? അപ്പൊ അവരെ മിസ് ചെയ്യും ഇവിടെ വന്നു കഴിഞ്ഞാ? ചെലപ്പോ. ആള് പറയൂ. എനിക്ക് ആദ്യത്തെ വാളിന്റെ സോങ് കണ്ട് ഞാൻ എന്തായാലും പാട്ട് പഠിപ്പിക്കും കേട്ടോ. രസമായിട്ട് പാടുന്നുണ്ട്. ഈ നാടാണ് ഇഷ്ടം ഫിൻലാൻഡാണ് ഇഷ്ടം? നാടെന്ന് പറഞ്ഞ ഇവിടെ എല്ലാം ചക്ക മാങ്ങ, പിന്നെ കസിൻസ് ഒക്കെ ഉണ്ട്, പിന്നെ ഫിൻലൻഡില് സ്കൂളും ഒക്കെ ആണല്ലോ. അപ്പൊ ചിലപ്പോ കൂടുതൽ ഇവിടെ. ഇവിടെയാണ് ഇഷ്ടം കൂടുതൽ. ഇവിടെയോ? എനിക്ക് തോന്നണേ നാട്. അവിടെ ഇപ്പൊ ജനിച്ചു വളർന്നത് കൊണ്ട് തന്നെ അവിടുത്തെ സ്കൂൾ ഫീസ് കാര്യങ്ങളൊക്കെ അവർക്ക് ഫ്രീ ആയിരിക്കില്ലേ? അതിന് നമ്മളായിട്ട് അതിപ്പോ ഒരു സ്റ്റാറ്റസ് വിസ വരുന്ന 18 വയസ്സ് താഴെ വരുന്നവർക്ക് ഫ്രീ ആണ്. അത് കഴിയുമ്പോഴാണ് ഫീസ് ഉള്ളത്. പക്ഷെ ഇവരുടെ കാര്യത്തിൽ ഇവർക്ക് ഇതുവരെ ഇപ്പോഴത്തെ ഓരോ രാജ്യത്ത് ഓരോ നിയമങ്ങൾ മാറിക്കൊണ്ടിരിപ്പുണ്ട്. ഇപ്പൊ നിലവിൽ ഇവരുടെ എഡ്യൂക്കേഷൻ ഒക്കെ ഫ്രീ ആണ്. ഹയർ സ്റ്റഡിക്ക് അവര് വേറെ എന്തെങ്കിലും എഞ്ചിനീയറിംഗ് എന്ത് പഠിക്കണമെങ്കിലും അവർക്ക് ഫ്രീ ആണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. മാറ്റം ഉണ്ടോന്ന് അറിയത്തില്ല. ഇപ്പൊ 4ാമത്തെ കുട്ടി വന്ന സമയത്ത് എനിക്ക് ആ സമയത്താണ് ഞാൻ കേട്ടത് അച്ഛനും അമ്മയ്ക്കും സാലറിയോട് കൂടി ലീവ് അവര് തരുന്നുണ്ട്. അത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി അല്ലേ? പോപ്പുലേഷൻ കുറവല്ലേ അവിടെ. അതിപ്പോ നമുക്ക് നാട്ടിൽ ചിലപ്പോ കിട്ടില്ല. അതിന്റെ ഒരു ഗുണങ്ങൾ എന്തൊക്കെയാ? ഇതിന് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് എത്തിപ്പെടുന്നത് നമ്മുടെ സാലറിയുടെ നല്ല ശതമാനം നമ്മൾ ടാക്സ് അടയ്ക്കുന്നുണ്ട്. അതായത് ഇപ്പം 20% തൊട്ട് മുകളിലേക്ക് വന്നപ്പോഴേക്കും 30%, 40% വരെ അടയ്ക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അത്രയും ടാക്സ് അടയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സേവനമാണത്. അപ്പം അത് നല്ല കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ബിഗിനിങ് ടൈമിൽ ഭാര്യയുടെ കൂട്ടത്തിൽ നമുക്ക് ഡെലിവറിക്ക് പോകാൻ പറ്റുക, അതെല്ലാം നമ്മൾ ഫേസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് കുടുംബ ബന്ധത്തിന്റെ ശക്തി ഭയങ്കരമായിട്ട് കൂടും. ഒരു പക്ഷേ നമ്മുടെയൊക്കെ ഇവിടെ ഒന്നും അതില്ലാത്തത് കൊണ്ട് അറിയുന്നില്ല. അതായത് എങ്ങനെയാണ് ഭാര്യ പ്രസവിക്കുന്നത്, പെയിൻ എങ്ങനെയാണ് എന്ന് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കുഞ്ഞിനോട് അപ്പന് ഭയങ്കര സ്നേഹമായിരിക്കും. സ്നേഹം മാത്രമല്ല, ഭാര്യയോടും അങ്ങനെ തന്നെയാണ്, റെസ്പെക്റ്റും ഇതൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഫീൽ ചെയ്യുമ്പം ഈ 4 പേരുടെയും ഡെലിവറിക്ക് ഞാൻ മാത്രമാണ് കൊണ്ടുവരാത്തത്. വേറെ ഒന്നുമല്ല, നമ്മളത് കാരണം നമ്മളെ ആരും ഇത് പ്രതീക്ഷിക്കാൻ പാടില്ല, അവർ പ്രതീക്ഷിക്കാൻ പാടില്ല. അതായത് എൻ്റെ കടമയാണ്. എനിക്ക് മക്കളുണ്ടായി കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കേണ്ടതും എൻ്റെ ഭാര്യയെ സംരക്ഷിക്കുന്നതും എൻ്റെ കടമയാണ്. ആ അവകാശം ഞാൻ ആരും കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ അത് എല്ലാവരും അങ്ങനെ കേട്ടോ. പക്ഷെ അത് കുടുംബജീവിതത്തിൽ ഭയങ്കര ഗുണമുണ്ടാവും. ആ ഒരു അറ്റാച്ച്മെന്റും ഇവര് കാണിക്കും. അപ്പൊ ഇപ്പൊ എല്ലാം ജനിച്ചു കഴിഞ്ഞിട്ട് മുഴുവൻ കാര്യവും വീട്ടിൽ നിന്ന് ആരും ഇല്ലത് ഒറ്റയ്ക്കാണ്. പ്രസവ ശുശ്രൂഷയും അങ്ങനെ എല്ലാം അങ്ങനെയായിരുന്നു തന്നെയായിരുന്നു. ഇവരുടെ തൊട്ടേ അങ്ങനെയായിരുന്നു. ഇപ്പൊ നമ്മുടെ ഒരു പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് പരമായിട്ട് ഒത്തിരി നമുക്ക് ചേഞ്ചസ് വരുമല്ലോ. അപ്പൊ നമുക്ക് ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന സാധനം, അപ്പൊ എങ്ങനെ അതൊക്കെ ഒറ്റയ്ക്ക് ഇവരുടെ സമയത്ത് അങ്ങനെ ഫീൽ ചെയ്തിട്ടേ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് ഭയങ്കര കൂടുതലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈച്ചാൻ നല്ലതായിട്ട് അന്ന് ഇവരുടെ സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാളും നന്നായിട്ട് എന്റെ ഈ പ്രാവശ്യം എന്റെ കൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര മൂഡ് സ്വിങ്സ്, എപ്പോഴും ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു. പക്ഷെ മാറി മാറി ബെറ്ററായി വരുന്നുണ്ട് കഴിയുന്തോറും. പക്ഷെ ഓരോ ഡെലിവറിക്ക് ഓരോ വ്യത്യാസം എന്നുള്ളത് നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ആ 3 പേരുടെയും വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഈ തവണത്തെ വലിയ വ്യത്യാസം ഫിൻലൻഡില് അവര് കൂടുതൽ ഫാമിലിക്കായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ലീവ് ഒക്കെ തരുന്നത്. പിള്ളേരുടെ സ്കൂൾ ടൈമിൽ വെക്കേഷൻ ആണെങ്കിലും തന്നെയുള്ള ഇതിനേക്കാൾ കൂടുതൽ അവര് പിള്ളേരെയും കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾക്കാണ് അവര് പ്രിഫറൻസ് കൂടുതൽ കൊടുക്കുന്നത്. അതിനാണ് നമുക്ക് ഇങ്ങനെ ലീവും സംഭവമൊക്കെ തരുകയും ചെയ്യണം. നമ്മളും എൻജോയ് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ചു ക്ലൈമറ്റ് മൂഡ് സ്വിങ്സ് ഒക്കെ, അപ്പൊ അതും ആ സമയം കൂടിയാണെങ്കിൽ ഇത് ഡബിൾ ആയിട്ട് ചിലപ്പോ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ എനിക്ക് തോന്നിയ കാര്യം എന്ന് പറയാം, ചിക്ക് ഭയങ്കര എൻഗേജ്ഡ് ആയിരുന്നു. അതായത് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞാനാണെങ്കിൽ ഫുൾ ടൈം എൻഗേജ്ഡ് ആണ്. അത് കഴിയുമ്പോഴേക്കും പിള്ളേർ സ്കൂളിൽ പോകുന്നു. പിന്നെ അത്രയും തന്നെയാണ്. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെയാണ് ഈ തവണത്തെ ആ ഒരു തന്നെയായി പോലെ ഫീൽ ചെയ്തത്. ഞങ്ങൾ ഫുൾ എൻഗേജ് ആയി കഴിയുമ്പോഴേക്കും കുറെ നാള് ജോലി ചെയ്യായിരുന്നല്ലോ. പിന്നെ എനിക്ക് ഇവര് തമ്മിൽ അധികം ഏജ് ഗ്യാപ്പ് ഇല്ലല്ലോ. ഇപ്പൊ 2 വയസ്സ് 1.5 വയസ്സിന്റെ ഒക്കെ ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പം ഒരാളുടെ കഴിയുമ്പോൾ മറ്റേ ആളാണെങ്കിൽ ഏറെക്കുറെ ആ ഒരു പ്രായത്തിലുള്ളാകുമ്പോൾ നമുക്ക് കൊഞ്ചിച്ച് പറഞ്ഞ് എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കുമായിരുന്നു. ഇപ്പം കുഞ്ഞുവാവ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവരെല്ലാവരും ഉണ്ട് എന്റെ കൂട്ടത്തിൽ കെയർ ചെയ്യാൻ. പക്ഷെ സ്റ്റിൽ ഇവര് മക്കളാണ്, ഇവരുടെ കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. അപ്പം അങ്ങനെ നമുക്കുള്ളിലൊരു അങ്ങനെ ഒരു ഇംബാലൻസ് സെറ്റപ്പ് ഒക്കെ ആയിരുന്നു. അതെ, എനിക്ക് തോന്നുന്നു ഇവരും അത് ടേക്ക് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. കൂടെ ആരും ഇല്ലാന്ന് മനസ്സിലാക്കുമ്പോൾ അവരായിട്ട് അവരെ കാര്യം ചെയ്യണം. ഇച്ചിരി നന്നായിട്ട് അതാണ് ഇവര് എല്ലാവരും നന്നായിട്ട് കൊച്ചിനെ എടുക്കും. പൊതുവെ നമുക്ക് ചെറിയ കുട്ടി എടുക്കാൻ ഒരു പേടി ഉണ്ടാവില്ലേ?
കുട്ടിക്ക് നന്നായിട്ട് easy എനിക്ക് ആയിട്ട് എടുക്കാൻ carry ചെയ്യണേ. എനിക്ക് സത്യം പറയാൻ എടുക്കാൻ ടൈം തരത്തില്ല. കിട്ടിയിട്ടില്ല. താരശ്ശേരി ഞാൻ എടുക്കാൻ വരുമ്പോഴേക്കും ജോണിക്കുട്ടിയുടെ കയ്യിലായിരിക്കും, അല്ലെങ്കിൽ ചക്കിയുടെ കയ്യിലും മാളുവിന്റെ കയ്യിലായിരിക്കും. ലാസ്റ്റ് ഇന്നലെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ജോണിക്കുട്ടി പറയാണ് നീ പപ്പയുടെ കയ്യിൽ കുറച്ചേരം ഒന്ന് കൊടുക്കാൻ. കണ്ടു, പാവം. 10 ദിവസം കഴിഞ്ഞ് വന്നതല്ലേ ഇതൊക്കെ. ഇപ്പൊ നാട്ടിൽ വന്നിട്ട് ഇവരെ ഏറ്റവും കൂടുതൽ മീൻസ് നാട്ടിലേക്ക് വരുന്ന സ്ഥലത്ത് ഇവരെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കണം, ഒരു പ്ലാനോട് കൂടിയുള്ള വരിക. ഇപ്പൊ നാട്ടിലെ മക്കളെ കൊണ്ട് വരുമ്പോൾ നിർബന്ധമായിട്ട് ഇന്ന കാര്യം ചെയ്യിപ്പിക്കണം, അങ്ങനെ പ്ലാനോട് കൂടി എന്താണ് ഇത്തവണത്തെ വരവില് ചെയ്യിപ്പിക്കാൻ? മെയിനായിട്ട് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് നമ്മളൊക്കെ കാറ്റിസം ഒക്കെ മലയാളത്തിൽ പഠിക്കും, അതുപോലെ തന്നെ പള്ളികളിലുള്ള സെമിനാറൊക്കെ കൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇവരെയും കൊണ്ട് ഒരാഴ്ച ഒരു റീട്രീറ്റ് സെന്ററിൽ പോയിട്ട് അവിടെ പിള്ളേരെയൊക്കെ പഠിപ്പിക്കുന്ന ഓരോരോ കാര്യങ്ങളുണ്ടല്ലോ, ഓരോ ഗെയിം, കുറച്ച് അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ഒരാഴ്ച കുറച്ച് ഇമോഷണൽ സപ്പോർട്ടൊക്കെ അവർ കൂടുതൽ കിട്ടത്തില്ലേ. അതാണ് ഞങ്ങളുടെ ഇത്. ഫസ്റ്റ് ഞങ്ങൾ അതൊരു 5 ദിവസം അവിടെ ആയിരിക്കും. ഞങ്ങൾക്കും അവിടെ ഒരു ധ്യാനം പോലെ ഞങ്ങൾക്ക് ഒരു ചേഞ്ച്. ഓക്കെ. ഇപ്പം നന്നായിട്ട് പാട്ട് പാടണം എന്ന് പറഞ്ഞപ്പോ തന്നെ ടെൻഷൻ ആയിരുന്നു ആൾക്ക്. പക്ഷെ ആള് പാടില്ല. പക്ഷെ മമ്മി നന്നായിട്ട് പാട്ട് പാടും. മമ്മിയും പാട്ട് മമ്മിയാണ് കൊച്ചിലെ യൂട്യൂബ് ഒക്കെ നോക്കി പാട്ട് പഠിപ്പിച്ചത്. മറ്റേ ലിപ്സിംഗ് പാട്ടൊന്നും അല്ല വിചാരിക്കില്ല. പക്ഷേ പാടില്ല. ഞാൻ പാടത്തില്ല, ഞാൻ പാടിയിട്ടുണ്ട്. പണ്ട് മറ്റേ ഇഷ്ടാന്നൊക്കെ പറഞ്ഞ സമയത്ത് പാട്ടുകാരനൊക്കെ പറഞ്ഞ് പാട്ട് പഠിപ്പിച്ചേ ആരാന്നറിയോ? റൂമിലുള്ള കൂട്ടുകാരനെ കൊണ്ടാ പഠിപ്പിച്ചത്. അത് എന്ത് നല്ല പാട്ടായിരുന്നറിയോ, നല്ല രസമുള്ള ഒരു പാട്ട്. അത് കഴിഞ്ഞിട്ട് കാണാൻ വന്ന് കൂടുതലുള്ള പറഞ്ഞു ചേർന്നോളൂ ആ പാട്ടൊന്ന് പാടാവോന്ന്. അന്നേരം ആ പാട്ട് വരുന്നില്ല, വേറെ പാടിയാ മതിയോ? മതി. ഏതായിരുന്നുണ്ടോ പാടിയത് ഓർക്കുന്നുണ്ടോ? കണ്ണുനീരൊന്ന് മാറുമോന്നുള്ളല്ലേ ഞാൻ പറഞ്ഞു ഈ സൗണ്ടും അല്ലല്ലോ ഞാൻ കേട്ടൊന്നും ഉള്ളിൽ ഓർക്കുന്നത്. നമ്മൾ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ലല്ലോ. ഇങ്ങനെ കുറെ കാര്യങ്ങൾ അല്ല, അന്ന് ഈ ചെറിയ കള്ളത്തരൊക്കെ ചെയ്താലാണല്ലോ നമ്മൾ ഒരാളെ വീഴ്ത്തുക, അല്ല അവരെ ഇത് ചെയ്യുന്നുള്ളത്. പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്, അഴകിലും ഉറപ്പിലും കാലാതീതം.